Welcome dear students, welcome to my video. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഡൈപോൾ എലോങ് ഇക്വറ്റോറിയൽ ലൈൻ. കഴിഞ്ഞ ദിവസം ആക്സിയൽ ലൈനാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് ഇക്വറ്റോറിയൽ ലൈൻ പഠിക്കാം. ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ട്. എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡൈപോൾ ആദ്യം ഒന്ന് വരയ്ക്കുന്നു അല്ലേ. അപ്പോൾ മൈനസ് ചാർജ്, പിന്നെ പ്ലസ് ചാർജ് സെപ്പറേറ്റഡ് അറ്റ് എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഇത് രണ്ടും ക്യൂ തന്നെയാണ് അല്ലേ. ഇത് മിഡ് പോയിൻ്റാണ്, ഈ ഡൈപോളിൻ്റെ മിഡ് പോയിൻ്റാണ് ഇത്, ഒ എന്ന് വിളിക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാണ്, ഈ ഒരു ഡിസ്റ്റൻസും എല്ലാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 12 ആണെന്ന് അറിയാലോ. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. വാട്ട് യു മീൻ ബൈ ട്രാൻസ്വേഴ്സൽ ലൈൻ? ഓക്കെ, ട്രാൻസ്വേഴ്സൽ ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് വഴി കടന്നു പോകുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പോൾ മിഡ് പോയിൻ്റ് വഴി കടന്നു പോകുന്ന ലൈനാകുമ്പോൾ ഈ ഡൈപോളിൻ്റെ ഈ പോയിന്റിലാണ് എനിക്ക് ഇൻറ്റൻസിറ്റി കാണേണ്ടത്. അത് ഇക്വറ്റോറിയൽ ലൈനിലാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു. അതിൻ്റെ മിഡ് പോയിൻ്റ് വഴി ഇങ്ങനെ കടന്നു പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഇട്ടിരിക്കുന്നത് അല്ലേ, കറക്റ്റ് മിഡ് പോയിൻ്റ് വഴി. അപ്പോൾ ഇതാണ് ഇക്വറ്റോറിയൽ ലൈൻ, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സൽ ലൈൻ എന്നും പറയും. ട്രാൻസ്വേഴ്സൽ ലൈൻ എന്നും പറയും. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റ് പി ആണ്. ഈ പോയിൻ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി മിഡ് പോയിൻ്റ്. മിഡ് പോയിൻറ്റിൽ നിന്ന് 6 ഡിസ്റ്റൻസ് എപ്പാർട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തി ഞാൻ ഈ പിയും ഈ ചാർജും തമ്മിൽ ജോയിൻ ചെയ്തു, ഇങ്ങനെ ജോയിൻ ചെയ്തു. അതേപോലെ ഈ പ്ലസ് ക്യൂവും പിയും തമ്മിലും ജോയിൻ ചെയ്തു. ഇത്രയാണ് കൺസ്ട്രക്ഷൻ നടത്തിയത്. അപ്പോൾ ഈ സൈഡ് എത്ര വരൂടെ? ഇതെല്ലാണ്, ഇതെല്ലാണ് അല്ലേ, അല്ലെങ്കിൽ ഇത് 6 ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ്? L² പ്ലസ് R² ദ ഹോൾ റൈസ് ടു 1/2 അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം ഈ -q ചാർജ് മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി കാണും. എന്ത് വരും അത്? അതിനെ ഈ -q എന്ന് വിളിക്കാം. 1/4πε0 q/r² ആണ് നമ്മളെ ഇക്വേഷൻ, ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ടേ? ഈ ഡിസ്റ്റൻസ് ഇതാണ് √L² പ്ലസ് R² ആണ്. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് വരും, L² പ്ലസ് R². അതാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു -q ചാർജ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു -q ചാർജ് അറ്റ് ദിസ് പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് ടേക്കിംഗ് ആസ് P. 1/4πε0 q/ ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ, ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ L² പ്ലസ് R² അല്ലേ. റൂട്ടിന് സ്ക്വയർ കൊടുക്കുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻറ്റൻസിറ്റി ഹിയർ? ഇറ്റ് ഈസ് ടുവേഴ്സ് ദി നെഗറ്റീവ് ചാർജ്, ബിക്കോസ് ഇഫ് യു പ്ലേസ് a unit positive charge or a test charge here, it will be attracted towards this negative charge. അപ്പോൾ അതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടാണെന്ന് പറയാം. ഓക്കെ, അതാണ് നെഗറ്റീവ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി. ഇതേപോലെ ഇനി പോസിറ്റീവ് ചാർജ് മൂലം ഉണ്ടാകുന്നതും കാണണം നമ്മൾ. ഓക്കെ, സിമിലർലി വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു +q ചാർജ്? 1/4πε0 q/ ദിസ് ഡിസ്റ്റൻസ് അല്ലേ, അതിൻ്റെ സ്ക്വയർ. ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണെന്ന് ആലോചിച്ചോളണം. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് റൂട്ട് പോകും. ശരി, എങ്കിൽ +q ചാർജ് മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ദാറ്റ് വിൽ ബി along this direction. ഓക്കെ, ഇത് എന്ത് തന്നെയാണ്?
ഈ തന്നെയാണ് അല്ലേ, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ മാഗ്നറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ എന്നെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ രണ്ട് സൈഡും സെയിം അല്ലേ, ഇതും തീറ്റയാണ്. ഞാനിവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ പാരലൽ ലൈൻ. ഈ പാരലൽ ലൈൻ വരയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തീറ്റയാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, തീറ്റയാണ് അല്ലേ. അതേപോലെ ഇത് തീറ്റ ആയതുകൊണ്ട് ദിസ് ഈസ് ആൾസോ തീറ്റ. കാരണം ഈ പാരലൽ ലൈനിനെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും സെയിം ആണ്. ഇത് രണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈ രണ്ടെണ്ണം, അതുകൊണ്ട് അതും സെയിം ആണ്. So this is electric intensity due to minus Q charge and this is electric intensity due to plus Q charge. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതുകൊണ്ട് ഞാൻ E എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് കാര്യം. ഓക്കെ, now we can resolve these two vectors in horizontal and vertical directions. ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ് അല്ലേ, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. സോ ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് തീറ്റ ആംഗിൾ ആയതുകൊണ്ട് ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ട് അല്ലേ, അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ഏതായിരിക്കും, ഈ കോസ് തീറ്റ. സിമിലർലി വാട്ട് ഈസ് ദി വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ദിസ്, ഇത് ഈ സൈൻ തീറ്റ. സിമിലർലി ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ what are the vertical and horizontal components? See, vertical component is this, E sin theta, and horizontal component അതിനിടയിലുള്ളത് അല്ലേ, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് അതേതാണ്, ഇതാണ്, അത് ഈ കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ഈ രണ്ട് വെക്ടറുകളെയും റിസോൾവ് ചെയ്തു അല്ലേ, ഈ സൈൻ തീറ്റ, ഈ കോസ് തീറ്റ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിറക്ഷൻസിൽ. നമ്മളിപ്പോൾ ഈ സൈൻ തീറ്റയെന്നും ഈ കോസ് തീറ്റ എന്ന് എഴുതുമ്പോൾ ഇത് ആദ്യം കിടക്കുന്ന ഈ എന്ന് പറയുന്നത് മാഗ്നറ്റ്യൂഡാണ്. മനസ്സിലായല്ലോ, അത് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഈ എന്ന് എഴുതിയിരിക്കുന്നതെല്ലാം മാഗ്നറ്റ്യൂഡ്സ് ആണ്, അതുകൊണ്ട് ഇവിടെ ഈ നെഗറ്റീവ് ചിഹ്നം എടുക്കേണ്ട കാര്യമില്ല. സോ ഇനി നിങ്ങൾ ഈ രണ്ട് വെക്ടറുകളെയും കുറിച്ച് ആലോചിക്കേണ്ട. സോ ഇതൊരു വെക്ടറാണ്, ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇതിൻ്റെ എഫക്റ്റുകളാണ് ഈ നാലായിട്ട് പിരിച്ചെഴുതിയിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ്. ഇവിടുത്തെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി അറ്റ് പിയിലുള്ള റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനെ ER എന്ന് വിളിച്ചു. റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ നോക്കട്ടെ, സൈൻ കമ്പോണൻറ്റുകൾ ക്യാൻസൽ ആവും, കാരണം ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ സോ സൈൻ കമ്പോണൻറ്റ് ഗെറ്റിംഗ് ക്യാൻസൽ ഔട്ട് ആൻഡ് ഈ കോസ് തീറ്റയും ആഡ് ചെയ്താൽ മാത്രം മതി അല്ലേ. സോ വാട്ട് ഈസ് എ റിസൾട്ടൻ്റ് കമ്പോണൻറ്റ്, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈ കോസ് തീറ്റ പ്ലസ് ഈ കോസ് തീറ്റ. എന്തോരൂടെ ഇത് 2E കോസ് തീറ്റ വരും. അപ്പോൾ വാട്ട് ഈസ് E? 2 ഇൻറ്റു E എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ മാഗ്നറ്റ്യൂഡ് അല്ലേ. 1/4πε0 ഇൻറ്റു Q ബൈ L² പ്ലസ് R². അതാണ് മാഗ്നറ്റ്യൂഡ് ഇൻറ്റു. ഇനി നിങ്ങൾ പറയേണ്ടത് കോസ് തീറ്റ എന്ത് വരും എന്ന് ഇവിടെ പറയണം. കോസ് തീറ്റ എന്ത് വരും, ഈ ഒരു ട്രയാങ്കിൾ എടുത്തേ, അതിൽ adjacent side by hypotenuse, adjacent side L അല്ലേ. സോ L ബൈ ദിസ്, അപ്പോൾ എന്ത് വരും, L ബൈ L² പ്ലസ് R² ദി ഹോൾ റൈസ് ടു 1/2. ഓക്കെ, റെഡി. സോ ഈ ഒരു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1/4πε0 ഈ 2 കൂടെ അപ്പുറത്തോട്ട് എടുത്തു. സോ Q ഇൻറ്റു 2L അല്ലേ, Q ഇൻറ്റു
12 divided by L square plus R square L square plus R square the whole raised to 1/2. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L square plus R square the whole raised to 3/2. പക്ഷെ നമുക്കറിയാം Q into 2L എന്താണ്? P ആണല്ലേ, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. സോ ദിസ് ഈസ് ദി റിസൾട്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സിൻസ് ദി ലെങ്ത് ഓഫ് ദി ഡൈപോൾ ഈസ് വെരി വെരി സ്മാളർ ദാൻ ദി ഡിസ്റ്റൻസ് ആർ, so L square is neglected. L square is neglected in comparison with the R square ആണ്, compared to R square. So what will be the final relation? Resultant ER is equal to 1/4 pi epsilon 0 into P by L square neglect ചെയ്യുക. അപ്പോൾ R square the whole raised to 3/2. എന്തോരുടെ R square the whole raised to 3/2? 2 2 കട്ട് ചെയ്യുമ്പോൾ R cube എന്ന് കിട്ടും. This is a final relation for the electric intensity along the equatorial line of an electric dipole. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഇനി ആക്സിയൽ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരുന്നല്ലേ? ഈ ആക്സിയൽ അതും കൂടെ ഒന്ന് പറഞ്ഞ ഒരു കാര്യം പറയാനായിട്ടാണ്. ഫോർ ആക്സിയൽ ലൈൻ 1/4 pi epsilon 0 2p by R cube ആയിരുന്നു അല്ലേ ആക്സിയൽ ലൈൻ. ഇത് ഇക്വറ്റോറിയൽ ലൈൻ്റെതാണ് കണ്ടെത്തിയത്. ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞേ. നമുക്ക് ഇതിൻ്റെ ഡബിളാണ് ഇത് അല്ലേടെ, ഇതിൻ്റെ ഡബിളാണിത്. അപ്പോൾ നമുക്ക് എഴുതാം ആക്സിയൽ ലൈൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇക്വറ്റോറിയൽ ലൈൻ. ഡബിളാണ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലൈനിലാണ് ഇൻറ്റൻസിറ്റി കൂടുതൽ. ഓക്കെ, ഫോർ ദി സെയിം ഡിസ്റ്റൻസ് R സെയിം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം ഈ പോയിൻ്റ് 10 സെൻറ്റിമീറ്റർ മുകളിലാണെന്നിരിക്കട്ടെ ഇക്വറ്റോറിയൽ ലൈനിൽ. ആക്സിയൽ ലൈനിലും ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലെ എടുക്കും. ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു ഇവിടെ എങ്കിൽ ഇവിടെ 2 ന്യൂട്ടൺ പെർ കൂളമാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്കിൽ ഇവിടെ എന്ത് വരും? 4 ന്യൂട്ടൺ പെർ കൂളം വരും. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കീപ്പിംഗ് സെയിം, ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അലോങ് ദി ആക്സിയൽ ലൈൻ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇൻ ദി ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി due to the electric dipole along the equatorial line, what is its direction? ഇവിടെ ഈ ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ റിസൾട്ടൻ്റ് ഡയറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റ്. നോക്കട്ടെ, ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലേ? റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ട് നിൽക്കുന്നത് ഇങ്ങോട്ടാണ് അല്ലേ? ഈ കോസ് തീറ്റ പ്ലസ് ഈ കോസ് തീറ്റ, മറ്റേത് കട്ട് ചെയ്ത് പോയല്ലോ. സോ ഓപ്പോസിറ്റ് ടു ദി ഡൈപോൾ മൊമെൻ്റ് എന്നാണ് ആൻസർ. അതുകൊണ്ട് നമ്മൾ വെക്ടർ നൊട്ടേഷനിൽ എഴുതുമ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി -1/4 pi epsilon 0 P by R cube എന്ന് എഴുതും. പിക്ക് ഒരു വെക്ടർ സൈൻ കൊടുക്കുക, ഈ ഇൻറ്റൻസിറ്റിക്ക് വെക്ടർ സൈൻ കൊടുക്കുക. അപ്പോൾ ഒരു നെഗറ്റീവ് കാണിക്കുന്നത് ഈ ഇൻറ്റൻസിറ്റി പിക്ക് ഓപ്പോസിറ്റ് ആണെന്നാണ്. The intensity of the electric dipole along its equatorial line is opposite to the electric dipole moment എന്നാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴോട്ട് വന്നാലോ? ഇതിപ്പോൾ മുകളിലുള്ള പോയിൻ്റ് അല്ലേ, താഴെ ഒരു പോയിൻ്റ് എടുത്താലോ ഇക്വറ്റോറിയൽ ലൈനിൽ? ഓക്കെ, ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. താഴെ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, മൈനസ് ചാർജിൽ നിന്നുള്ള അത് എപ്പോഴും അങ്ങോട്ട് നിൽക്കുന്നു അല്ലേ? ഇതായിരിക്കും മൈനസ് ചാർജിൽ നിന്നുള്ള ഇൻറ്റൻസിറ്റി അങ്ങോട്ട് നിൽക്കുന്നു. പ്ലസ് ചാർജിൽ നിന്നുള്ള ഇൻറ്റൻസിറ്റി ഇങ്ങനെ നിൽക്കുന്നു. ഇത് രണ്ടും റിസോൾവ് ചെയ്യണം നേരത്തെ പോലെ. അപ്പോൾ ആദ്യം ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെയും
ഒന്നിങ്ങനെയും നിൽക്കും. 2 കമ്പോണൻസ്. ഇനി ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ ഇത് 2 ക്യാൻസൽ ചെയ്യും. ഇത് 2. ബാക്കി റിസൾട്ടൻ്റ് നേരത്തെ പോലെ തന്നെയാണ്, ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ. അപ്പോൾ മുകളിലായാലും താഴെയായാലും എപ്പോഴും ദി റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഈസ് ഓപ്പോസിറ്റ് ടു ഡൈപോൾ മൊമെൻറ്റ്, ഇക്വറ്റോറിയൽ ലൈനിലെ കേസിലാണെങ്കിൽ. Okay, so that's about today. You can now take a screenshot.